ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സിയാൻ ടർബോ. നമ്മളിപ്പം ഇരിക്കുന്ന വലോസിലാണ്. വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്താണ്, നമ്മുടെ താമസിക്കുന്ന തൊട്ടപ്പുറത്തൊരു കഫ്റ്റീരിയയും പിന്നെ ഒരു സാധനങ്ങളൊക്കെ മേടിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ തൊട്ടപ്പുറത്താണ് ഈ വലോസിലേയും കിടന്നത്. എന്നാൽ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ഇരിക്കുന്ന. സ്റ്റിയറിങ്ങിലാണ് ഇതിൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ ഇതും എല്ലാം. പിന്നെ നമ്മുടെ വണ്ടി ഇതാക്കിയപ്പോൾ നല്ല ലൈറ്റും എല്ലാ സാധനങ്ങളും കണ്ടല്ലോ ഗൈസ്. എന്നുവെച്ചാൽ വേറെ ലെവലാണ് ഓരോരോ രീതിയും. ഇതിൻ്റെ ഗിയർ ആണെങ്കിലും പ്ലസ് മൈനസ് ഫുൾ ഓട്ടോമാറ്റിക്. എന്ന് വെച്ചാൽ വലോസ് ഞാൻ ചോദിച്ചു, നാട്ടിൽ വലോസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. നാട്ടിൽ വലോസ് ഇല്ല, റഷില്ല, റൈസ് ഇല്ല. നിങ്ങൾ കുറേ ആൾക്കാരിനോട് ചോദിച്ചു റൈസ് ഉണ്ടോ, റഷ് ഉണ്ടോ. അങ്ങനത്തെ ഒരു വണ്ടിയും ഇല്ല, നാട്ടിലില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ തന്നെ ഞാൻ കൺഫേം ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കുറേ ആൾക്കാരിനോട് കൺഫേം ചോദിച്ചു, എന്നുവെച്ചാൽ ജെറ്റൂറിൻ്റെ ഒക്കെ ഇട്ടപ്പം. അന്നേരം അതുകൊണ്ട് ഞാൻ പറയുന്നു, റഷും റേസും വലോസൊന്നും നാട്ടിലില്ല. നിങ്ങൾക്ക് വണ്ടി വലോസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോകാം. ഇങ്ങനത്തെ വണ്ടികളൊക്കെ അത് കുറേ ഇതായിരിക്കും, എന്നുവെച്ചാൽ പൈസ മുടക്കാണ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ബ്രോങ്കോ എന്ന് പറയുന്ന വണ്ടിയെ തന്നെ നമ്മൾ ഓടിച്ചപ്പോൾ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് നോക്കിയപ്പോൾ തന്നെ നല്ല ബ്രേക്കും നല്ല സെറ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം ചേട്ടനോട്. ഇതിൻ്റെ ബ്രേക്ക് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് ചേട്ടാ? ചേട്ടനൊന്നും അവിടെ പിടിച്ചവിടെ നിൽക്കുന്നത്. മാക്സിമം ഈ വണ്ടിയുടെ എത്രയാണ് ഹൈ സ്പീഡ്? ഒരു 120 പോയിട്ടുണ്ട്. എന്നാൽ അല്ല, ഇതിൻ്റെ ഒരു മാക്സിമം ഹൈ സ്പീഡ് എത്രയാണ്? ഒരു മിനിമം വലോസ് 140 വരെയൊക്കെ കയറും. ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേണ്ട ഇവിടെ ഡോറ് തുറന്നിട്ടേക്കും. അതിൻ്റെ തന്നെ വേണ്ട റെഡാണ് കത്തിക്കിടക്കുന്നത്. ഓപ്പൺ എന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൻ്റെ ആണെങ്കിൽ ഇവിടെ തന്നെയാണ്. ഇതല്ലേ നമ്മുടെ സ്റ്റാർട്ടിങ്? നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് അങ്ങനത്തെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ടായില്ലല്ലോ. ആണോ? സ്റ്റാർട്ടാവും. ഒന്നും കൂടി പ്രസ് ചെയ്ത്. നമ്മൾ ടൊയോട്ട എല്ലാം വന്നിരിക്കുന്നു. എല്ലാം ഇതിപ്പോൾ എത്ര കിലോമീറ്റർ പോയിട്ടുണ്ട് ചേട്ടാ? മാക്സിമം 1300 ആണ് ഈ വണ്ടിയുടെ. ഇത് ഗിയർ എല്ലാ രീതികളാണ്, ഫുൾ ലെവലാണ്, വേറെ ലെവലായി വണ്ടി. ഇപ്പോൾ തന്നെ അതുകൊണ്ട് ഇതിൻ്റെ ആണെങ്കിൽ എല്ലാം ഡ്രൈവിങ്ങിൻ്റെ ഇതെല്ലാം കാണിച്ചു. ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂ കൊടുത്തല്ല ഇതെല്ലാം കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ, അല്ലേ? ബ്ലൂടൂത്ത് കാര്യങ്ങൾ എല്ലാം. ഇപ്പോൾ നമുക്ക് റിവേഴ്സ് എടുക്കണമെങ്കിൽ തന്നെ എങ്ങനെയാണ്? ഇതിന് തന്നെ വരുമല്ലോ? അതിനകത്ത് വരും. റിവേഴ്സ് ക്യാമറ അതിനകത്ത് ഓണോ? ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സിറ്റുവേഷനിൽ. അത് നമുക്ക് ഒരു മിനിറ്റ് നോക്കാം കേട്ടോ. വരും. വണ്ടി എടുക്കണം. ഒന്ന് പറയും. നമുക്ക് അപ്പുറത്തോട്ടൊന്നിരിക്കാം. ഓക്കെ ഗൈസ്, അന്നേരം നമുക്ക് വലോസിലൊന്ന് ഡ്രൈവിങ് ചെയ്യാം. രണ്ട് വലോസ് കിടക്കുന്നു. അന്നേരം വലോസിലോട്ട് നമ്മളൊന്ന് കയറുവാണ്. ഓക്കെ, വലോസിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം. നല്ല AC എല്ലാ ഇതാണ്. നമ്മൾ സ്റ്റിയറിങ് നമുക്ക് വണ്ടിയുടെ എല്ലാം നമുക്കൊന്ന് പെർഫോമൻസ് എന്താണ് വലോസ് ഡീറ്റെയിൽ നമുക്ക് നോക്കാം. നമുക്കത് സീറ്റ് ബെൽറ്റ് ഒന്ന് റെഗുലേഷൻസ് എല്ലാം പാലിക്കണം. സീറ്റ് ബെൽറ്റിൻ്റെ എല്ലാം കാണിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ. ഇതിൻ്റെ ഇവിടെ വന്ന് എല്ലാം ഇതിൻ്റെ ഇവിടെ അല്ലേ? കുത്താൻ പറ്റുന്നില്ലല്ലോ. റെഡി. കുത്തിയപ്പോൾ തന്നെ സെറ്റായി അവിടെ. ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് മോഡാണ്. ഫുൾ LED അല്ലേ ഇത്? ലൈറ്റൊക്കെ ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് നല്ല ഇപ്പോൾ കയറി നല്ല തണുപ്പുണ്ട്, നല്ല ഇതാണ്. അപ്പോൾ തന്നെ സ്പീഡ് നമ്മളൊരു ചെറിയ സ്പീഡിലാണ് എല്ലാം. ഒന്ന് നോക്കാം വണ്ടിയുടെ എന്താണ്. ഓട്ടോമാറ്റിക് നമ്മുടെ കൊറോള ക്രൂസിൻ്റെ അതേ രീതിയാണെന്ന് തോന്നുന്നു. ഓടുമ്പോൾ തന്നെ ലോക്ക് അതാണോ? അന്നേരം കൊറോള ക്രൂസിൻ്റെ അതേ രീതിയാണ്. 20 താണ്ടുമ്പോൾ ഓട്ടോമാറ്റിക് ലോക്ക്. അതെ. അന്നേരം നമ്മളിത് ആദ്യമായിട്ടാണ് വലോസിൽ കയറുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കയറിയേക്കുന്ന കൊറോള ക്രൂസിലാണ്. ഇത് എപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഇതിൻ്റെതായിട്ട് ഇപ്പോൾ കൊറോള ക്രൂസിൻ്റെ കാര്യം പറഞ്ഞു റോഡ് കിടക്കുന്നു.
കൊറോള ക്രൂസി മാത്രമാണ് കൂടുതലായിട്ട് ഞാൻ കയറിയിട്ടുള്ളത്. വലോസിൻ്റെ എനിക്ക് ഡീറ്റെയിൽ ഒന്നും അറിയില്ല. അതിൻ്റെ ഇവിടെ എല്ലാം ലൈറ്റും എല്ലാം ഉണ്ട്. ബാക്ക് 7 സീറ്ററാണ്. എടുക്കുന്നവരെന്തായാലും നല്ലതായിട്ട് എടുത്തോളൂ. ഇതിനത്ര എടുത്തവനെ അതെ. ഈ പ്രൈസ് വന്നിട്ട് 77 വരുന്നുണ്ട് ഇവിടെ. 77 ആണ് ബഡ്ജറ്റ്. ടൊയോട്ട പോയി തന്നെ എടുത്തോ? ടൊയോട്ട പോയി. നമുക്ക് 1 വർഷത്തെ എഞ്ചിൻ വാറണ്ടിയും അതുപോലെ 1 lakh സ്പീഡോ ഇതും തരുന്നുണ്ട്. 1 കൊല്ലത്തെ വാറണ്ടി ഇഞ്ചിനുള്ളതും പിന്നെ 1 ലക്ഷം കിലോമീറ്റർ വരെ. ഇതിന്റെ ഇത് എത്ര സിലിണ്ടറാണ്? സിലിണ്ടർ വന്നിട്ട് 4 സിലിണ്ടർ. കപ്പാസിറ്റി 1.5. രണ്ടും ടൊയോട്ടയാണ്. കൊറോളയും രണ്ടും ഇങ്ങനെ ഓരോരോ പെർഫോമൻസ് എന്ന് വെച്ചാൽ ടൊയോട്ടക്കാർ നല്ല വണ്ടികളാണ്. ടൊയോട്ട ഗാസ് ഇപ്പം ഇതിനകത്ത് നമുക്ക് ഡ്രൈവിൽ തന്നെ വേണമെങ്കിൽ പവറിലും നമുക്ക് ഡ്രൈവ് ചെയ്യാം, അല്ലെങ്കിൽ എക്കോ മോഡിൽ വേണമെങ്കിലും അങ്ങനെയുണ്ട്. അപ്പം ഈ ബട്ടൺ ഒന്ന് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്കോ മോഡ് സ്റ്റാർട്ടാകും. പിന്നെ അവിടെ തന്നെ പവർ ഡീന്ന് കാണിക്കുന്നത്. അത് പവറിൽ വെച്ച് പോകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പ്രശ്നം കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് എക്കോ മോഡിലോട്ട് വണ്ടി ട്രാൻസ്ലേഷൻ ആയി. നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കണ്ട നോർമലി അല്ല, അങ്ങനെയല്ല. എക്കോ മോഡ് അതായത് നമുക്ക് കുറച്ച് മൈലേജും കാര്യങ്ങളും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ എക്കോ ഓപ്ഷൻ. ഇൻഡിക്കേറ്ററിന്റെ ഒക്കെ വേറെ ലെവലായി സൗണ്ടും ഒക്കെ. റിവേഴ്സ് ആണ്. യെസ്, റിവേഴ്സ് ആണ് ഇപ്പോൾ നോക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്കറിയാം സൗണ്ട് എല്ലാം അപ്പം തന്നെ പോവുകയും ചെയ്തു. പിന്നെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ വലിക്കുന്ന ഒരു സിസ്റ്റം പോയിട്ട് സ്വിച്ച് സാധനം മാറിയിട്ട് ഇപ്പം സ്വിച്ച് ആണ്. ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോ വണ്ടി അവിടെ ബ്രേക്ക് പിടിച്ചപ്പോൾ അവിടെ നിന്ന് വരും. ഇതാണ് ബ്രേക്ക് പിടിച്ചപ്പോൾ അവിടെ തന്നെ നിന്നു. നമ്മുടെ ബ്രങ്കോ രീതി ആ സെയിം രീതി തന്നെ. ഒന്ന് ബ്രേക്ക് ഇട്ട് ഇപ്പൊ നമ്മള് ന്യൂട്രലുള്ള വണ്ടി ന്യൂട്രിനകത്താക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് കാണുന്നില്ല ലൈറ്റ്. ഹാൻഡ് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്ന് മോളോട്ട് ഹാൻഡ് ബ്രേക്ക് ആയി. ലൈറ്റ് റിലീസ് ആക്കണമെങ്കിൽ അത് പുഷ് ചെയ്യാൻ അപ്പോൾ റിലീസായി. പിന്നെ വേറൊരു സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡ്രൈവിൽ കിടക്കുന്ന വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ പവറിലോട്ട് തട്ടുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് ആണ്. ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് വരെ ഉണ്ട് ഇതിന്. വേറെ ലെവലാണ്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നീട് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വീണ്ടും ഇതെന്താണ്? അത് ഹോൾഡ് ചെയ്യുന്നതാണ്. ബ്രേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ബ്രേക്ക് ഹോൾഡ് ഇതിപ്പോ പുതിയതായിട്ട് വന്നതാണോ? ബ്രേക്ക് ഹോൾഡ് 2018 മുതലൊക്കെ ഉണ്ട്. ക്യാമറയ്ക്കകത്ത് എന്താണ് ഈ ബ്രേക്ക് ഹോൾഡ് എന്ന് മീൻസ് മനസ്സിലായിട്ടില്ല. ബ്രേക്ക് ഹോൾഡ് ചെയ്ത് ഇപ്പൊ നമ്മള് മറ്റേ ഈ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാതെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. അതെങ്ങനെയാണ്? ഇത് കാണിക്കൂ. അതിന്റെ രീതി ഞാൻ ഡിയിലിട്ട് വെച്ച വണ്ടിയാ. പോകത്തില്ല. അതാണ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് വണ്ടി ഹോൾഡ് ചെയ്ത് നിർത്തുക. അതിപ്പം വല്ലാതെ വേറെ സാധനമാണല്ലോ. കൊണ്ട് എടുത്ത് വിട്ട് കഴിഞ്ഞാല് വണ്ടി പിന്നെ മൂവ് ആവുന്നുള്ളൂ. എനിക്കറിയാത്തൊരു ഡൗട്ടുണ്ട്. നമ്മളിപ്പം ഈ സ്പീഡിൽ പോകുന്നു. ഇപ്പൊ ആ സ്ഥാനത്ത് നിൽക്കുവാണെങ്കിൽ അവിടെ നിൽക്കുമോ? അത് അങ്ങനെ നിൽക്കത്തില്ല. പിന്നെ എങ്ങനെയാണിത്? ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് നിർത്തി അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തണം എന്നുള്ളൊരിത് വന്നു കഴിഞ്ഞാല് നിർത്തിയിട്ട് നമുക്ക് ബ്രേക്കിനകത്ത് നിന്ന് കാലെടുത്തിട്ട് പുറത്ത് വെക്കാം. തന്നെ കാല് വെച്ചോണ്ടിരിക്കണ്ട. വേണ്ട. ഇപ്പൊ ഇവിടെ എഴുതി കാണിക്കും ഹോൾഡ്. ഹോൾഡ് എഴുതിയിട്ടുണ്ട്. എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബ്രേക്കിനകത്ത് കാലെടുത്തിട്ടുള്ളത് വണ്ടി ഡ്രൈവ് മോഡിലുള്ളത്. ഡ്രൈവിംഗിലും വീണ്ടും ബ്രേക്ക് ചവിട്ടിയിട്ട് നമ്മൾ ആ ഹോൾഡ് വീണ്ടും ഒന്നും കൂടി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി ഗ്രീൻ ആയി 0. പിന്നെ വണ്ടി മൂവാവുന്നു പോവാണ്. ഇതാണ് വലോസ് രീതി. നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു സിഗ്നലിലോ
ഒക്കെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കണം എന്നുള്ളൊരു ഇതിനാണെങ്കിൽ ആ ഹോൾഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിനാൽ ഇപ്പൊ നമുക്ക് ഹോൾഡ് ആവും. ഇപ്പൊ നമുക്ക് സിഗ്നലിന്റെ അവിടെ ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ ഇതേലും പിടിച്ച് നിൽക്കാം. അതിൽ പിടിച്ച് നിൽക്കാം. അതായിരിക്കും ഇച്ചിരി ബെറ്റർ അതെ വലോസിന്. ഇതിപ്പം വലോസിന് മാത്രമായിട്ടുള്ള ഇങ്ങനത്തെയാണോ അതോ എല്ലാ വണ്ടികൾക്കും ഉള്ളതാണോ? 2018 മുതൽ ഇതിനകത്ത് ഈ ടൊയോട്ടന്റെ വണ്ടികൾക്കകത്ത് കാണുന്നുണ്ട്. ഇതിപ്പോ ടൊയോട്ടയ്ക്ക് മാത്രമായിട്ടുള്ളതാണോ ഇത്? എല്ലാ വണ്ടികൾക്കും ഉള്ളതാണോ? ഇപ്പോൾ എല്ലാ വണ്ടിക്കകത്തും ഉണ്ട്. എല്ലാ വണ്ടികളുടെ അക്കോർഡിനകത്ത് കാണുന്നുണ്ട്. പുതിയ ഹോണ്ട അക്കോർഡിന്റെ അത് 2020 അക്കോർഡിലൊക്കെ ഉണ്ട്. ഓ, ഇപ്പോഴത്തെ കൊറോളയും എല്ലാം അങ്ങനത്തെയാണ് ഇപ്പോഴത്തെ ക്യാമറ ആണെങ്കിലും കൊറോള ആണെങ്കിലും കൊറോളക്കകത്ത് ഏകദേശം ഇത് തന്നെയാണ്. യാരീസിനകത്ത് ഇപ്പോഴും ബ്രേക്ക് ലിവർ തന്നെയാണ്. ആണോ? ഈ ഇപ്പം വന്നിരിക്കുന്ന ഈ അർബൻ ക്രൂസർ ഒക്കെ ആണെങ്കിലോ അതിനകത്തൊക്കെ ഇതേ സിസ്റ്റമാണ്. സെയിം സിസ്റ്റമാണ്. അർബൻ ക്രൂസർ വരെ ആണെങ്കിലും ഇതേ സിസ്റ്റം തന്നെയാണ്. അപ്പം നല്ല ഹ്യൂമിഡിറ്റിയാണ്, അതുകൊണ്ടാണ് ഗ്ലാസിൻ്റെ എല്ലാം രീതി. അവിടെ ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. ഇപ്പം വേറെ ലെവലാണ്. ഇതിപ്പം സ്റ്റിയറിംഗ് ഒക്കെ ഒത്തിച്ച് വരുന്നുണ്ടോ? നമുക്ക് കംഫർട്ടായി വരുന്നതേ ഉള്ളൂ അതോ സെറ്റായി വരുന്നേ ഉള്ളൂ? ആള് സെറ്റായി വന്നത് നമ്മുടെ ലോട്ട് കയറി. ഇതിപ്പോ നമ്മൾ നിന്ന് എടുത്തത് തന്നെ നമ്മൾ ബ്രേക്ക് അടിച്ചു. ഓക്കെ, നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു വന്നു. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ വലോസിന്റെയും ചാർജബിൾ ഇവിടെ വരുന്നുണ്ട്. ചാർജിങ് ആപ്പിളിലൊക്കെ ഫോണുകൾക്ക്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇത് പവർ ഓൺ ആവും. ഓക്കെ, ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഫോൺ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഇത് ആപ്പിൾ ഫോണാണ് ചേട്ടൻ്റെ? എൻ്റെ സാംസങ്. ആപ്പിളിന്റെ ഫോണ്. ആപ്പിൾ ഫോൺ മാത്രമാണോ ഇതിന് പറ്റുന്നതോ? ആപ്പിൾ ഫോൺ പറ്റും. ഇത് വലോസിന് മാത്രം അല്ല, ഇപ്പൊ എല്ലാ വണ്ടിക്കും വരുന്നുണ്ട്. ഓക്കെ, വലോസിനകത്ത് ഇപ്പോ വരുന്ന ഫ്യൂച്ചറിൽ നല്ല ഇതായിട്ട്. അല്ല, ഈ വലോസിന് എത്ര കളേഴ്സ് ആണ് ഉള്ളത് എന്ന് വെച്ചാൽ പല പല വൈറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് വൈറ്റ്, ബ്ലാക്ക്, പിന്നെ മെറൂൺ ഉണ്ട്. ഓക്കെ, ഗ്രേ ഉണ്ട്. ഓക്കെ, സിൽവർ കാണുന്നുണ്ട്. ചേട്ടന് ഇഷ്ടപ്പെട്ടേക്കുന്ന ഈ കളറാണല്ലേ? എനിക്ക് വൈറ്റ് ആണ്. വൈറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഇതിന് പറ്റുവാണെങ്കിലും നമുക്ക് അത്ര അങ്ങോട്ട് ഇത് കിട്ടത്തില്ല. ഇതിന് മാറ്റ് കളർ ഇല്ല അല്ലേ? ഇല്ല, മാറ്റ് ഇല്ല. മാറ്റ് കളർ വരുന്നില്ല. പിന്നെ പ്യൂർ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക്. ബ്ലാക്കും കാണാനും നമുക്ക് അത്യാവശ്യം നല്ല. ഓക്കെ, നമ്മുടെ മറ്റേ ഈ നോർമൽ ഒരു വേറൊരു വട്ടം പോലത്തെ ഒരു ഗിയർ അല്ലേ? അല്ല, അതൊന്നും വരുന്നില്ല. ആ ഗിയർ ആണോ ബെറ്റർ, ഈ ഗിയർ ആണോ ചേട്ടാ ഇതിന് നല്ലത്? ഇപ്പോൾ ഒരു ഉദാഹരണമാണ് ചോദിക്കുന്നത്, എനിക്കറിയില്ല. നമുക്ക് ഇത് തന്നെയാണ് കുറച്ചുകൂടെ കംഫർട്ട്. ഓരോരോ ആൾക്കാർക്ക് ഓരോ കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത്, ചേട്ടൻ ഏതാണ്, ആ ഗിയർ ആണോ ഈ ഗിയർ ആണോ കംഫർട്ട് ഏതാണ് ചേട്ടൻ്റെ? കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, ഇത് ചേട്ടൻ്റെ ഫസ്റ്റ് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വണ്ടിയാണോ ഖത്തറിൽ? അല്ല, ഞാനിപ്പോ 4ാമത്തെ വണ്ടിയിട്ടുണ്ട്. നമ്മളതിൽ 3 വട്ടം ക്യാമറ ആയിരുന്നു. 2014 ക്യാമറ ഉണ്ടായിരുന്നു, 17 ഉണ്ടായിരുന്നു, 17 മുതലുണ്ടായിരുന്നു, 20 വരെ. പിന്നെ 21 മുതൽ ഇപ്പത്തെ 21 പുതിയ അപ്ഡേഷൻ ആയിട്ട് വന്ന ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ എടുത്തിട്ടുണ്ട്. അതൊക്കെ സെയിൽ അടിക്കും? അതെല്ലാം സെയിൽ ചെയ്യും, നമ്മൾ ഉപയോഗിച്ച് തന്നെ സെയിൽ ചെയ്തു. അന്നേരം ആ ക്യാഷും എല്ലാം കൂടെ ഇട്ടാണോ ഇവനെ എടുത്ത് വലോസ്? അതെ, വലോസിനെ ആ 3 കൂടെ ഇട്ട് വേണം. എന്നാലും ഇപ്പൊ നല്ല കാറ്റാണ്. വലോസ് തന്നെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, വേറെ ഒന്നും നോക്കണ്ട. ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഞാനൊന്ന് ക്ലാരിറ്റി നോക്കുന്നുണ്ട്. വലോസ് എഴുതിയിട്ടുണ്ട് ഇവിടെ തന്നെ. നമുക്ക് വേറെ ബാക്കിലോട്ടൊന്നും വലോസ് നോക്കാൻ എനിക്ക് പറ്റില്ല, ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് ക്ലിയർലി ഇല്ല. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വലോസ് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ ഇനോവ ഹൈക്രൂസിന്റെ അതേ രീതിയാണ് ഇപ്പൊ നാട്ടിൽ ഇറങ്ങിയത്. ഹൈക്രോസിന്റെ അതേ ഒരു ലുക്കാണ് ഫ്രണ്ടിലൊക്കെ. അതെ, പക്ഷെ ബാക്കിലോട്ട് നോക്കുമ്പോ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരു ഫീലാ വരുന്നത്. ഇപ്പൊ ഇവിടെ ആയാലും ഹൈക്രോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഫ്രണ്ടേജ് ഒക്കെ ഏകദേശം. അതെ, എന്നുവെച്ചാൽ ഇനിയും ഈ വലോസ് മാറാൻ ചാൻസ് വല്ലതും കാണും ഹൈക്രോസിലോട്ട് കയറാൻ എന്തായാലും? ഇല്ല, അങ്ങനെയൊന്നും വരത്തില്ല. അത് 1.5 അത് 2.7 കാര്യങ്ങളൊക്കെ.
അന്നേരം ആദ്യമേ നിങ്ങൾ ചേട്ടൻ വിചാരിച്ച വലോസ് എടുക്കാനായിരുന്നു, ഹൈ ക്രൂസ് എടുക്കാനായിരുന്നു? എന്തായിരുന്നു ചേട്ടൻ്റെ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ട ഹൈ ക്രൂസ് ആയിരുന്നു വലോസ് ആയിരുന്നു? ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെലോസ് തന്നെയാണ് ചൂസ് ചെയ്തത്. കാരണം പുതിയൊരു വണ്ടിയാണ്. ഇപ്പം നാട്ടിൽ ഹൈ ക്രൂസും എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വലോസ് എന്ന് പറയുന്ന ഈ വണ്ടി നാട്ടിൽ വരുമോ ഇല്ലയോ എന്ന് എനിക്കും അറിയില്ല അത്രയൊന്നും. റഷ്യന്റെ റൈസിന്റെ ഈ വണ്ടി 2018 മുതൽ ഇവിടെ ഉണ്ട്. 2018 പോലുണ്ട് വെലോസ് ഉണ്ട്. വെലോസ് 18 19 മുതലൊറ്റ വെലോസ് ഉണ്ട്. പക്ഷെ ഈ കാലയളവിൽ ഇപ്പോ 2025 ഇപ്പോഴും നാട്ടില് ഇപ്പൊ തന്നെ കൊണ്ട് പോകുന്നു വലോസ്. പറഞ്ഞു കഴിഞ്ഞില്ല, അതോ പോകുന്നു എന്ന് വെച്ചാൽ ഇപ്പം കുറെ മിക്ക ആൾക്കാരുടെയും വലോസാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് 2024 അങ്ങനെയൊക്കെ ഘട്ടത്തിലാണ് വലോസിന് കൂടുതൽ കണ്ടെങ്കിൽ. പിന്നെ വലോസിനൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കൂടുതലായിട്ട്. ഇപ്പോഴാണ് വലോസിനെ കണ്ടു തുടങ്ങിയത് ഞാനും. ഇതെന്താണ് ഈ ഒരു എസിയുടെ ആണ്? ഫുള്ള് നോർമൽ. നമുക്ക് നോർമൽ ചെയ്യാം. എത്രയാണ് നമ്മൾ വെക്കുന്നതിനനുസരിച്ച് അതിനകത്ത് മാർക്ക്. ഇതെന്താണ്? അത് നമ്മ ഇപ്പോ ഓരോ ഇതിലോട്ട് മാറ്റാലോ. എസിന്റെ ഫ്രണ്ടിലോട്ട് വേണമെങ്കിൽ അങ്ങനെ, റിയർ ആണെങ്കിൽ അങ്ങനെ, ഇപ്പോ ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ. അല്ല ഇരിക്കുന്ന അതിപ്പോ നമ്മളെ പൊസിഷനിലാണ് ഉള്ളത്. ഇപ്പൊ ഇനി അത് നമ്മള് സീറ്റ് ഇപ്പോ ഇത് രണ്ടും പാടെയാണ് ഈ ഒരു പൊസിഷൻ. അതായത് നമ്മൾ ഇരിക്കുമ്പോ നമ്മളെ ദേഹത്തോട്ടും കാലിന്റെ ആ ഒരു ഇതും പാടെ ക്ലിയർ ആയിട്ട് വരും. ഇതിന് നമുക്ക് ബാക്കിൽ എ സി ഉണ്ടോ? ഉണ്ട്, ബാക്കിലുണ്ട് എ സി. ബാക്കിലുണ്ട്. ബാക്ക് എ സി ഉണ്ട്. അതാ ആ ഒരു സ്വിച്ച് ആണ് ഇതിന്റെ. ഇത് റൂഫ് ആണോ? റൂഫ് അല്ല, വലോസ് അങ്ങനെ റൂഫ് ഇല്ല. വെലോസിൽ അങ്ങനെ വെലോസിനകത്ത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അല്ലാതെ മിഡില് അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് മിഡിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല, ഒറ്റ ഓപ്ഷൻസേ ഉള്ളൂ. അതിനകത്ത് വരുന്നതാണ് ഈ എഞ്ചിൻ സ്റ്റാർട്ടൊക്കെ, പുഷ് സ്റ്റാർട്ട് വരുന്നതും എ സി കാര്യങ്ങള്. ഇതിപ്പം ഒരാളെ ഒരു എമർജൻസിക്ക് സ്പീഡിൽ കൊണ്ടുപോകാൻ മാക്സിമം ചേട്ടൻ്റെ ഹൈ സ്പീഡിൽ പോയിട്ടുണ്ടോ? ഒരു എമർജൻസി ഒരാളെ അത് എമർജൻസി പോകണം എന്ന് പറയുവാണെങ്കിൽ ചേട്ടൻ എത്ര സ്പീഡിലാണ് വണ്ടിയൊക്കെ ഇരുന്നത്? ഇവനെ വെലോസിനെ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ 10 ദിവസത്തിന് അടുത്തായിട്ടുള്ളൂ ഞാൻ. ഞാനിപ്പോ മാക്സിമം പോയിട്ടുള്ള ഒരു 120 സ്പീഡ് വരെ പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ? അതിന്റെ മാക്സിമം പോയിട്ടില്ല. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സർവീസ് ഇന്നലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടും ഹ്യൂമിഡിറ്റി ആണ് ഇവൻ. ഇവിടെ തൊട്ടപ്പോൾ നമ്മുടെ വേറെ വണ്ടികളാണെങ്കിൽ ഇവിടെ തൊട്ടുമ്പോൾ നല്ല പൊള്ളും. ഇപ്പോൾ ഈ വലോസ് ആയതുകൊണ്ട് ഇവിടെ ഞാൻ ഗ്ലാസ്സിൽ തൊട്ടപ്പോൾ പൊള്ളുന്നില്ല. ഈ തണുപ്പായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു റേഡിയേഷൻ അറിയില്ല വലോസിൻ്റെ. ഇപ്പം ടൊയോട്ടയാണോ കൂടുതൽ ഇഷ്ടം ഈ ഇവിടെ വന്നിട്ട്? അതോ ഞാൻ ഉപയോഗിച്ചതൊക്കെ ടൊയോട്ടയാണ്. അല്ലാതെ സുസുക്കിയിലോട്ടൊന്നും മാറിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഹോണ്ടയുടെ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഹോണ്ടയുടെ സിവിക്ക് 2018 ഉപയോഗിച്ചിട്ടുണ്ട്. അക്കോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിച്ചത് സുസുക്കിയുടെ ഇപ്പം ഡിസയർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, പുതിയൊരു ഡിസയർ ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഡിസയർ ഫ്രോൺസ് അങ്ങനെയൊക്കെ. അല്ല, ടൊയോട്ടയുടെ ഇപ്പം എനിക്ക് ഉപയോഗത്തിൽ മനസ്സിലായത്, മറ്റുള്ളവർ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതും, ഇതിന്റെ പാർട്സും കാര്യങ്ങളും എപ്പോഴും അവൈലബിലിറ്റി ഇവിടെ ഉണ്ട്. ടൊയോട്ട കമ്പനീസ്. അതെ, എപ്പോൾ പോയാലും പാർട്സ് കിട്ടും. മറ്റുള്ളതിൽ ഇപ്പോൾ സുസുക്കിക്കൊക്കെ ഇവിടെ ചിലവർ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അല്ല, ഈ കുറേ ഞാനൊരു 3-4 വർഷം 2023 ഇവിടെ 4Runner എന്ന് പറയുന്നൊരു വണ്ടി കിടന്നു. ആ വണ്ടി നാട്ടിലുണ്ടായിരുന്നു ശരിക്കും. 4Runner എന്ന് പറയുന്നൊരു വണ്ടി. സുസുക്കിയുടെ അല്ല, ടൊയോട്ട 4Runner. അങ്ങനെ ഒരു വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും? 4Runner ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ അതിനകത്ത് കണ്ടു. നാട്ടിലില്ലാത്ത കുറെ വണ്ടികൾ ഇവിടെ ഉണ്ട്, നാട്ടിലിറങ്ങാത്ത. RAV4 ഒന്നും നാട്ടിലില്ലല്ലോ. അല്ല, നാട്ടിൽ ഞാൻ ഇവിടെ കണ്ടു. എന്നുവെച്ചാൽ ഒരു യൂട്യൂബിൽ കണ്ടതാ. എന്നുവെച്ചാൽ 1987 4Runner, ടൊയോട്ട 4Runner. ആ സമയത്ത് ഉണ്ടോന്ന് അറിയില്ല. ഞാൻ അതിനകത്ത് കണ്ടതാണ്. അത്
അന്നേരം അത് കഴിഞ്ഞാണോ ഫോർച്യൂണർ വന്നോന്നും എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെയാണ് ഫോർറണ്ണറിന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ ഫോർച്യൂണറിന് ഓർമ്മ വന്നത്. ഒരു ഫോർച്യൂണറിന് വേറൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, റിജൻഡർ. ഇപ്പം ആ വണ്ടി ഇവിടെ ഇറങ്ങാൻ ചാൻസ് കുറവായിരിക്കും അല്ലേ? ലെജൻഡർ ആ ടൈപ്പ് വണ്ടികൾ ഇവിടെ ഉണ്ട് ഓൾറെഡി. ഇത് ഈ റേസിന് പകരമായിട്ടാണോ ഇപ്പൊ റിജൻഡർ നാട്ടി വന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, അങ്ങനൊന്നുമല്ല. റേസും അതും ആ വണ്ടിയും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അതും 7 സീറ്ററാണ്, റിജൻഡറും 7 സീറ്റർ. അതെ അതെ. അത് നാട്ടി ഏതാണ്? ടൊയോട്ട തന്നെയാണോ? ചേട്ടനും ടൊയോട്ട വണ്ടിയാണോ അതോ? അല്ലല്ല, നാട്ടിലൊക്കെ സുസുക്കിയാണ്. ഏതാണ് സുസുക്കി? ഏതാ ഫ്രോണ്ട്? ഏതാണ് നാട്ടിലുള്ളത്? ആ, നാട്ടില് ബലാനോ ഉള്ളത്. ബലാനോ പുതിയ മോഡല്. ആ, വീട്ടില് ബലാനോ. ഏത് 2024. ഇപ്പം ബലനോ ഓടിച്ചിട്ട് എങ്ങനത്തെയാണ് പെർഫോമൻസ്? പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ് നാട്ടിലെ സംബന്ധിച്ചിടത്തോളം. ഇതിപ്പം എത്ര ഡിക്കിയില് എത്ര പെട്ടി വെക്കാം ഒരു ബലനോ? ആ ബലനോയ്ക്ക് ബലാനൊക്കെ പെട്ടി സ്പേസ് നമ്മളെ പെട്ടി എന്താ പറയാ, ഞാനൊക്കെ എയർപോർട്ടിലൊക്കെ വരുമ്പോ അതിന് ആ വണ്ടിക്കകത്ത് തന്നെയാണ് വരുന്നത്. അല്ല, ഈ ട്രിപ്പിനൊക്കെ പോകുമ്പം ഈ പെട്ടികളൊക്കെ വെക്കത്തില്ല? നമ്മൾ ഒരു ലോങ് ട്രിപ്പ് പോലും പോവാണെങ്കിൽ ബലനോ അങ്ങനെ യൂസ് ചെയ്യാൻ പെട്ടി വല്ലതും, ബാഗ് പെട്ടി അങ്ങനെ ഡിക്കിൽ 2-3 ബാഗ് അത്യാവശ്യം വലിപ്പമുള്ള ബാഗുകളൊക്കെ. അല്ലെ, ലോങ് പെട്ടി ഒന്നും അതിനകത്ത് കയറില്ല ബലനോ? അങ്ങനെ ഇല്ല. ഇപ്പൊ ഇതിനകത്തായാലും നമുക്ക് പെട്ടി വെക്കാനൊക്കെ ഒരു ചെറിയ സ്പേസ് കാണത്തുള്ളൂ ബലോസിലും. ചെറിയ ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ളു. 7 സീറ്റർ ആണെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വെക്കാം, ഈ ബാക്കില് ആളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ സീറ്റൊക്കെ മടക്കിയിട്ട് ബൂട്ട് സ്പേസ് വലുതാക്കാം. അന്നേരം ഈ എർട്ടിഗയും ബലൂസുമായിട്ട് കമ്പയർ ചെയ്യുക എന്താണ്? എർട്ടിഗയ്ക്കും ഇതേ ഒരു ബൂട്ട് സ്പേസ് ആണോ അതോ? അതൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ്. ഇതേ രീതി ബൂട്ട് സ്പേസ് ഒക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞേ, പുറകിൽ ആളൊന്നും ഇല്ലെങ്കിൽ അത് നമുക്ക് അത് ഉപയോഗിക്കണമെന്നാണെങ്കിൽ ആ സീറ്റൊക്കെ മടക്കി വെച്ചിട്ട് ബൂട്ട് സ്പേസ് വലുതാക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പം കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഷെവർലെ, ഫോർഡ്, മിസ്തുബിഷി ഈ 3 എണ്ണം ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു. കറക്റ്റ് ആണോ ഫേക്ക് ആണോ? 7 സീറ്റർ അല്ല, ഇപ്പൊ മിസ്തുബിഷി ഷോറൂം തുറക്കാൻ 1.5 വണ്ടികൾ വല്ലതും അതിനെ കുറിച്ച് വല്ലോ? ഇപ്പൊ മിസ്തുബിഷി ആണെങ്കിലും ആ നാട്ടി, ഫോർഡ് ആണെങ്കിലും എല്ലാം നിർത്തിയേക്കുമല്ലോ ഇപ്പൊ. ഒരു ഫോർഡ് വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഒരു ഷവർലെന്റെ എനിക്ക് വ്യക്തതല്ല. പക്ഷെ ഫോർഡ് ഇങ്ങനെ പൂട്ടിപ്പോയിട്ട് പുതിയത് വരുന്നു. ഫോർഡ് തിരിച്ച് കടന്നു പോയതാണ്. അന്നേരം ഇപ്പൊ ഇവിടെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, ബ്രോങ്കോ എന്ന് പറയുന്നൊരു വണ്ടി. അന്നേരം ഇപ്പൊ ഒരു ഫോർഡ്, എനിക്കറിയില്ല, അതിനെ കുറിച്ചും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്. ഇപ്പൊ ഒരു ഫോർഡ് ആ സാധനം വരുവാണെങ്കിൽ ബ്രോങ്കോ എന്ന് പറയുന്ന വണ്ടി നാട്ടിൽ ഇറങ്ങാൻ ചാൻസ് കാണുമോ ഇല്ലയോ? മീൻസ് ഇപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ബ്രോങ്കോ എന്ന് പറയുന്ന ഒരു വണ്ടി. ബ്രോങ്കോ മനസ്സിലായല്ലോ? അന്നേരം ആ വണ്ടി ഇപ്പോൾ നമുക്ക് ഒരു ഷോറൂമിൽ പോയിട്ട് ആ വണ്ടി നമുക്ക് അവിടെ വേണം, നാട്ടിൽ വേണം എന്ന് പറയുവാണ് ഫോർഡിന്റെ കമ്പനിയോട് ഒരു തരുമോ? റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ മറ്റുള്ള വണ്ടികൾ കൊടുത്തതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ടൊയോട്ടയിലും മറ്റുള്ളതിലൊക്കെ. ഓക്കെ. പക്ഷെ ഇവിടെയുള്ള വണ്ടികൾ അവിടെ എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചെലവുകൾ കൂടും. അങ്ങനെയുള്ളൊരു വിഷയമാണ്. ഇപ്പം നാട്ടിൽ നമ്മളിപ്പം പഴയ ടൊയോട്ടയുടെ ഈ പ്രാഡോയും പജീറോയുടെ ഒരേ ഒരു കമ്പയർ ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്നുവെച്ചാൽ പഴയ പ്രാഡോ ഇല്ലേ, ഇപ്പൊ മിസ്തുബിഷിയുടെ പഴയ പജീറോ ഒരു ചെറിയൊരു മുഖം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് കൊല്ലം കറക്റ്റ് ഉണ്ടോ? അതിലെന്താണ് പറയാനുള്ളത്? അങ്ങനെ വല്ലതും എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല. ചില നമുക്ക് ഓക്കെയാണ്. ലാൻഡ് ക്രൂസറും ഇതൊക്കെ ടൊയോട്ടയാണ് ഇഷ്ടത്തിന്. അതെ, GMC, ടൊയോട്ട, എല്ലാവർക്കും ടൊയോട്ട. നമുക്ക് നാട്ടിൽ ഈ ടൊയോട്ടയുടെ വണ്ടികളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഏകദേശം ടൊയോട്ട. പിന്നെ ഫ്യൂച്ചേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പോ നാട്ടില് GXR മാത്രമേ വരത്തുള്ളൂ. ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ ആ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോ ആക്ടേഴ്സും വരുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ആക്ടേഴ്സും എടുത്തേക്കുന്ന ആ സാധനം തന്നെ ആയിരിക്കും. അതെ, ഇതിപ്പോ മമ്മൂക്ക ആണെങ്കിലും ലാലേട്ടനൊക്കെ ആണെങ്കിലും ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ FJ ഒക്കെ നാട്ടിലുണ്ടോ? FJ ക്രൂസർ ഒന്നുമില്ലല്ലോ. പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്, ഒമാൻ, ദുബായിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട്
അല്ല ഈ ആക്ടിങ്ങിനൊക്കെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, FJ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. FJ നാട്ടില് ആരും രജിസ്റ്റർ ചെയ്തായിട്ടൊന്നും കേരളത്തില് കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല അത്ര ഒന്നും, അതുകൊണ്ടാണ് ഈ നാട്ടിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. ഈ ദുബൈയിൽ നിന്നും ഒമാനിൽ നിന്നൊക്കെ ആളുകള് ഷിപ്പിൽ കയറ്റിട്ട് ഷിപ്പിലോട്ട്. അത് നമുക്കിപ്പോ ഈ വണ്ടിയും ഈ വലോസിനെ ആണെങ്കിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് കൊണ്ടുപോവാം. ഇത് ഇപ്പം ഒരാൾ ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ഈ വലോസിനെ ഒരു ഇതിന് തരുവാണെന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്താണ് പറയുന്നത്? സാണോ നോയാണോ? നാട്ടിൽ കൊണ്ടുപോകാൻ എന്താണ് ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? ചേട്ടൻ ഇവനെ കൊടുക്കൂ, നാട്ടിൽ കൊണ്ടുപോകണമെന്ന് ഒരാൾ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ, അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ ചേട്ടനോട് സാഹചര്യം എന്താ നോക്കിയിട്ട് നമ്മള് ചേട്ടൻ അക്സെപ്റ്റ് ആണോ അതോ റിജക്റ്റഡ് ആണോ, എന്താണ് ഇതിനെ കുറിച്ച് ഒരു നിങ്ങൾക്കൊരു അങ്ങനെ ഒന്നും എന്താ പറയാ, നമുക്ക് നാട്ടില് ഇതേ ഫ്യൂച്ചറിലൊക്കെ വണ്ടികൾ കിട്ടാനുണ്ടല്ലോ. അതെ, ഹൈ ക്രൂസ്. അതെ, ഇപ്പൊ ഇതിന്റെ വൈപ്പറിങ്ങിന്റെ എങ്ങനെയാണ്? ഹ്യൂമിഡിറ്റി ആണല്ലോ നമുക്കൊന്ന് പൊടിക്കാറ്റും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇതിന്റെ വൈപ്പറിങ്ങിന്റെ വെള്ളം ഒഴിച്ച് അഴുക്ക് തന്നെ ഇളകുന്നു ഫുള്ള്. ഇപ്പോഴാണ് അതൊന്ന് ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റിയേ. അതൊന്ന് ഇവിടെ ഭയങ്കര പൊടിക്കാറ്റായി, അതിൽ ആ പൊടി പിടിച്ച് കിടക്കും. ഇപ്പൊ നമുക്ക് മുമ്പേ കണ്ട വലോസിന്റെ ഗ്ലാസ് ഇപ്പോഴത്തെ ഗ്ലാസ് കണ്ടപ്പോൾ നല്ല ക്ലീൻ സെറ്റാണ്. ഇപ്പോഴാണ് വലോസിന്റെ നല്ല ക്ലിയർലി നമ്മൾ കണ്ടത്, അതുകൊണ്ട് വണ്ടികളൊക്കെ കണ്ടത് ഫുള്ള് ഗ്രീൻ. ഇതിനകത്തൊക്കെ ടീ ഹോൾഡർ കാര്യങ്ങൾ. ടീ ഹോൾഡർ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ബാക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരും. ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഇതുണ്ട്. ഇപ്പം ഇതെന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു നമ്മള് ഇത് ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ഇപ്പൊ നോർമലി ആ ഫോൺ വെച്ചോണ്ടാണ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നത്. അല്ല അത് ഞാൻ ഈ പവർ നമുക്ക് വേണമെങ്കിൽ മാത്രം ഓൺ ചെയ്താൽ അല്ല. ഇപ്പൊ ഈ സാധനം നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഈ ഫോൺ ആപ്പിളിന്റെ ഫോണേ പറ്റത്തുള്ളൂ. ആപ്പിളിന്റെ ഫോണിലെ ഒരു ആപ്പിളിന് മാത്രമേ ഇതിന് പറ്റൂ. ഇനിയിപ്പോ ഇറങ്ങുന്ന പുതിയ സാംസങ്ങിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വലോസ് അല്ല, ഈ ഒരു ചാർജ് സംഭവം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ വണ്ടിക്കകത്ത് വരുന്ന ഈ ഒരു ചാർജിങ് സിസ്റ്റത്തിൽ ആപ്പിളിന്റെ ഫോണേ ഞാൻ വെച്ച് നോക്കിയിട്ടുള്ളൂ. ഇതിപ്പം ഇപ്പൊ പുതിയ എല്ലാ വണ്ടികൾക്കും ഇങ്ങനത്തെ ഒരു ഇതുണ്ടോ? ഒരു ഇപ്പൊ എർട്ടിഗയ്ക്ക് ആണെങ്കിലും ഒരു ഇതുണ്ടോ? ഇല്ല, എർട്ടിഗയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഗ്രാൻഡ് വിറ്റാറ അങ്ങനത്തെ ഒന്നും? അർബൻ ക്രൂസർ അല്ല, അർബൻ ക്രൂസറിലുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എർട്ടിഗയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. എർട്ടിഗന്റെ ആ ഒരു ഇത് ഇങ്ങനെയല്ല. ഓക്കെ, XL6 ആണെങ്കിൽ XL6 ഉണ്ടോന്ന് അറിയില്ല കേട്ടോ സത്യത്തില്. അല്ല, ഈ XL6 അറിയാവുള്ളൂ വണ്ടി ഏതാണ്. XL6 അത് ഇപ്പം എന്താണ് XL6 എർട്ടിഗയായിട്ട് എന്താണ് കമ്പയർ? അതിനെക്കുറിച്ച് എന്തെങ്കിലും? XL6 എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യാൻ വലിയൊരു മാറ്റങ്ങളൊന്നും തോന്നില്ല. ഒരു പുതിയ കുറച്ച് അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട് വണ്ടിക്കകത്ത്. ഓക്കെ, എർട്ടിഗനെ അപേക്ഷിച്ച് XL6 ആയിട്ടും ഇതിപ്പോ പിന്നെയും പറയുന്നത് കേട്ടു നാട്ടില് പിന്നെയും ജിംനി അല്ലാതെ പഴയതുപോലെ ജിപ്സി ഇറങ്ങാന്ന് പറയുന്നത് കേട്ടു. അത് കറക്റ്റ് ആണോ ഫേക്ക് ആണോ? അതിനെ കുറിച്ചൊന്നും അല്ല, കുറെ ആൾക്കാർ പറയുന്നത് കേട്ടു ജിപ്സി പിന്നെ വരുന്നു. ജിംനി നമുക്ക് അറിയാം, ജിംനി വന്നിട്ടുണ്ട്. പഴയതുപോലെ ഒരു വഴവൂടെ ജിപ്സി വരുന്നു എന്ന് പറയുന്നത് കേട്ടു. ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് എനിക്കും അറിയില്ല. എന്നുവെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ അപ്ഡേഷനിലാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞത് ജിപ്സിയെ കുറിച്ച്. അത് ഫേക്ക് ആണോ എനിക്കറിയില്ല. ആണ് ഇങ്ങനെ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ജിപ്സിയെ കുറിച്ച്. ഏതൊരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ വ്യക്തത എന്താണെന്നുള്ളതൊന്നും കറക്റ്റ് അറിയാം. അത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചേട്ടൻ ഇങ്ങനെ ജിപ്സിയെ കുറിച്ച് എന്തെങ്കിലും? ഈ സുസുക്കിയില് ചേട്ടന് ജിപ്സി ഇഷ്ടമായിരുന്നു? അങ്ങനെയായിരുന്നു. സുസുക്കിയില് ജിപ്സിയൊക്കെ അന്നേരം ജിപ്സി ഇപ്പോ നമ്മളിവിടെ അറബികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെ, ജിംനി ഉപയോഗിക്കുന്നുണ്ട്. ഈ കുഞ്ഞ ആവശ്യത്തിനൊക്കെ ജിംനി ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രല്ല, ചില ഇപ്പൊ ഈ ലൈസൻസ് കിട്ടിയിട്ട് വരുന്ന പയ്യന്മാർക്കൊക്കെ ഒരു പേരൻസ് ഒക്കെ എടുത്ത് കൊടുക്കുന്ന ജിംനിയാണ്. എന്തായാലും ഓടിക്കാനാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതാണ്. അതെ,
ഒരു കുഞ്ഞാവശ്യത്തിനാണെങ്കിലും പേരൻസ് അതിനകത്ത് ഇവിടെ കുറെ കളേഴ്സ് ഉണ്ട്. അതിന്റെ നാട്ടിൽ കിട്ടാത്ത കുറെ കളർ ഇവിടെ കാണാറുണ്ട്. ജിപ്സി എടുക്കാൻ വല്ലതും ചാൻസ് ഉണ്ടായിരുന്നു നേരത്തെ വല്ലതും ഇങ്ങനത്തെ വല്ലതും എന്തെങ്കിലും? ഇപ്പൊ അവിടെ ഒരു ലൈറ്റ് വന്നു, ഇവിടുത്തെ നമ്മുടെ ഇവിടെ നമ്മൾ ഇത് മാറ്റുമ്പോൾ ഒരു ലൈറ്റ് വരും അല്ലേ? അപ്പൊ നമ്മളിത് മാറ്റിയത് ഓക്കെ. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ അല്ലേ ചേട്ടാ? പിന്നെ അവിടെ ഒരു ടീ ഹോൾഡർ ഇവിടെ ഇതൊന്ന്, പിന്നെ 2 ഡ്രൈവർക്ക് ഇവിടെ വരും. 1 2 ബാക്കിലിരിക്കുന്ന ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 3 ഓപ്ഷൻ ആണ്. 3. വേറൊന്നും വലോസിനെ കുറിച്ച് പറയാനൊന്നും പറയാനെന്ന് പറഞ്ഞാൽ നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. 2 സ്ഥാനം തുറന്നപ്പോഴും ഇത് വന്നു. അതിനെക്കുറിച്ച് നല്ല വണ്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുവാണ് ഇപ്പോൾ രീതിയിൽ. നമ്മളിപ്പോൾ വലോസിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഈ ഒരു സ്പേസേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഇവിടെ ആളിരിക്കാനൊന്നും ആരും ഇല്ലെങ്കിലും ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ജസ്റ്റ് ഇതൊന്നും ഫോൾഡിങ് സിസ്റ്റം. അന്നേരം ഇത്രയുമാണ് ഒരു സ്പേസ് വലോസിൽ സ്പേസ് ഉള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഒരാൾക്ക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ എല്ലാം കയറ്റാൻ വരെയുള്ള സ്പേസ് ഇല്ല. ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുപോകാനാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ വാഷിംഗ് മെഷീനെ കൊണ്ടുപോകാം. ഓക്കെ. വേറെന്താ മറ്റേതും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണോ? അത് ഹോൾഡ് ചെയ്താലാണ് ലോങ് സ്പേസ് കിട്ടുന്നത്. അല്ല, അകത്തോട്ട് ആള് വരാൻ പറ്റത്തുള്ളൂ. 7 സീറ്റർ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് അത് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് അതിലൂടെ ആള് വരാൻ പറ്റും. അതിപ്പോ എർട്ടിഗയിലും ഇനോവയിലൊക്കെ ഇനോവ ക്രിസ്റ്റയിലാണെങ്കിലും അതൊക്കെ അങ്ങനെ തന്നെ അങ്ങനെയാണ്. ഓക്കെ. അതെന്താണ് ചാർജ് ചെയ്യണ നമ്മളെ അവിടെ ഉണ്ട് ചാർജിങ് അല്ലേ? അന്നേരം അവിടെ ഉണ്ട് വലോസിന് ചാർജിങ്. അന്നേരം ഇത് അങ്ങനത്തെയാണ്. ഇവിടെ എല്ലാ ലൈറ്റ്സും എല്ലാം ഉണ്ട്. നമ്മൾ ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് വലോസിൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. എന്നുവെച്ചാൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു വലോസിൻ്റെ വീഡിയോ ഒന്നും എടുക്കാത്തതെന്ന്. അതുള്ള ഇതാണ്. ഇതിന് ചോദിക്കാൻ പറ്റുമോ, ക്യാമറ ഉണ്ടോ ഈ വണ്ടിക്ക് വലോസ്? ഇവിടെ അല്ല ഇവിടെ ചില വണ്ടികൾക്ക് ക്യാമറകളുണ്ടല്ലോ. റിവേഴ്സ് ക്യാമറ മാത്രമേ ഉള്ളൂ. അല്ല ഈ ചില വണ്ടികൾക്കൊക്കെ ഉണ്ടല്ലോ കുഞ്ഞ് ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വല്ലതും ഇതിനുണ്ടോ? അതുകൊണ്ട് റിവേഴ്സ് ക്യാമറ. ഇവിടെ റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. ഇവിടെയാണ് ക്യാമറ. ലോക്ക് വരുന്നതൊക്കെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന ഈ ക്രൂസറിൽ ഇതിലൊക്കെ വരുന്ന പോലെ ക്യാമറയിലൊക്കെ വരുന്ന പോലെ സെൻസർ ലോക്കാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ നമ്മളെ പോക്കറ്റിൽ വെച്ചാൽ മതി. റിമോട്ട് പോക്കറ്റിൽ വെച്ചിട്ട് സെൻസർ ഓക്കെ. അന്നേരം അത് വണ്ടി ലോക്കാണ്. വണ്ടി ലോക്കാണ്. നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമോട്ടിലും തുറക്കാം, അല്ലാതെ നമുക്ക് ഇങ്ങനെ വെച്ച് വണ്ടി തുറക്കാം. ഇത് മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക്കും ഉണ്ട്. അങ്ങനെയാണ്. മാനുവൽ ഉണ്ടോ അതോ ഓട്ടോമാറ്റിക് മാത്രമാണോ? വലോസ് അല്ല, ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ വലോസ്. ഞാനതേ കണ്ടിട്ടുള്ളൂ. ഇനി ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. വേറെ ഒന്നും ഇതിൽ പ്രത്യേകത ഒന്നുമില്ലല്ലോ ചേട്ടാ? ഇല്ലല്ല, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഈ അലൈവീല് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ ഈ വണ്ടി. അല്ലാതെ മിഡിൽ ഓപ്ഷന് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഒരു ഓപ്ഷനിൽ ഈ 5 അലൈവീലാണ് വരുന്നത്. പിന്നെ പുഷാട്ട്, ഈ സെൻസർ, ഈ സെൻസറിന്റെ ലോക്കും ഡോർ ഓപ്പൺ ആക്കുന്നത്, പിന്നെ ആ ചാർജബിള് ഫോൺ ചാർജ് ചെയ്യുന്ന സെറ്റപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങൾ.
പിന്നെ ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ LED തന്നെ വരുന്നത്. അതിപ്പോൾ നമുക്ക് ഓട്ടോയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് ഇവിടെ ഇപ്പോഴത്തെ കറക്റ്റ് സമയം അപേക്ഷിച്ച് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ലൈറ്റ് ഒന്ന് കാണിക്കുമോ? ഇത് ഓൺ ആക്കുമ്പോൾ ലൈറ്റിൻ്റെ എങ്ങനെയാണ്? നമ്മൾ ബലോസിൻ്റെ കണ്ടില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഫ്രണ്ടിലത്തെ ലൈറ്റ് ഒന്ന് കാണാം ബലോസിൻ്റെ. അന്നേരം ഇതാണ് ബലോസ് LED 11 LED ആണ്. എല്ലാം ഒരു വേറെ ലെവലാണ്. ഇതിപ്പം അതിനകത്ത് തന്നെ ഉള്ളതാണോ അതോ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണോ താഴത്തെ ലൈറ്റ്? കമ്പനി തന്നെ ഉള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഒന്നുമില്ല, കമ്പനി വന്ന പോലെ അതേപോലെ കൊണ്ടുവരും. അതേ രീതിയാണ്. ഒന്നും ചെയ്യാനില്ല. ഇത് കണ്ടു ഇത് ഓടിച്ചപ്പോൾ നമ്മൾ ചേട്ടൻ തന്നെ ഓടിച്ചപ്പോൾ മനസ്സിലായി എനിക്ക് ഇത്ര വലോസിനെ കുറിച്ച്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു വലോസിൻ്റെ എന്താ എടുക്കാത്ത. എല്ലാ വണ്ടിയുടെ ചില വണ്ടികളുടെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഫ്ലൈറ്റിനകത്തൊക്കെ ഇവിടെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വെലോസ് എന്നുള്ള ആ ഒരു. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഏതാണ്? നമ്മുടെ മറ്റേ ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ, വേറെ ലൈറ്റ് ഉണ്ടല്ലോ ഇതിന്. ആ ലൈറ്റ് ഏതാണ്? അതും LED തന്നെ. ഹെഡ്ലൈറ്റ് ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ. ഓക്കെ. ആട്ടോ മോഡിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇവിടുത്തെ സമയം 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളൂ. അതാണ് നമ്മളെ ലൈറ്റിന് വേണ്ടി ആ സ്വിച്ച്. അത് വേണ്ട, അങ്ങനെയല്ല. ആട്ടോയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ഇതിപ്പോൾ അങ്ങനെ പോയിട്ട് ഓട്ടോ ഇട്ടിട്ടുണ്ട് അധികം ഓട്ടോയിലിട്ട് വെച്ചിട്ട് തന്നെ അങ്ങനെ പോയിക്കുന്നത്. ഇപ്പം ഹൈ ക്രൂസ് ആണെങ്കിൽ ഓട്ടോയിൽ തന്നെ വരുമല്ലോ. ഓട്ടോയിൽ തന്നെ അല്ലേ? ഈ സുസൂക്കിയിൽ എങ്ങനെയുണ്ട് ഓട്ടോ? അങ്ങനെ വല്ലോ സുസൂക്കിയിലും ഉണ്ട് തോന്നുന്നു. ഇരട്ടിക്കാലും വല്ലതും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇപ്പത്തെ വരുന്നതിലുണ്ടോ തോന്നുന്നു. പഴയതിലുണ്ടോ എന്നുള്ളത് അറിയില്ല. അല്ല, ഇപ്പൊ ഇറങ്ങുന്നത് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിയില്ല. 2005 ഉണ്ടാവും ചാൻസ് ഉണ്ട്. കാരണം അതൊക്കെ ഇപ്പൊ സാധാരണ എല്ലാ വണ്ടികളിലും വരുന്ന ഇപ്പൊ പുതിയ മോഡൽസ് ആയതുകൊണ്ട്. അതെ, എല്ലാ വണ്ടിയിലും വരുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. വേറെ ഒന്നുമില്ല അതിനെ കുറിച്ചുള്ള എൻ്റെ വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഇതാണ് സ്പൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അവിടെ ഉണ്ടോ ലൈറ്റ്? ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് AC വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിടാനൊക്കെ കൂട്ടാൻ കുറയ്ക്കാം. കൂട്ടാനും വരുന്ന അതേപോലെ ബാക്കിൽ ഇരുന്നിട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഇതുമുണ്ട്. പിന്നെ വേറെ ലെവൽ ലെഗ് സ്പൈസും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വരും. അതെ, ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ലെഗ് സ്പൈസ് ഒക്കെ നല്ല ലെവലിൽ തന്നെയാണ്. മലോസിന്റെ ഡീറ്റെയിൽ നമുക്ക് കുറെ അറിഞ്ഞു. കമ്പനി വരുന്ന സീറ്റും കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഇത് ഇവിടെ മാത്രം ലെതറിന്റെ രണ്ട് സൈഡും ലെതറിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇപ്പൊ മൊത്തം ഇവിടെ സെന്ററിൽ ലെതർ ഫിനിഷിംഗ് ആണ് വരുന്നത്. അതുപോലെ രണ്ട് സൈഡും ലെതർ ഫിനിഷിംഗ് ആണ്. ഫ്രണ്ടില് ഡ്രൈവർ ഇരിക്കുന്നതായാലും പാസഞ്ചർ ഇരിക്കുന്നതായാലും അതിലും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഫുള്ള് ലെതർ ഫിനിഷ് അല്ല. ഇടയിൽ ഇപ്പം വേറെ എന്താണ് ഇതിന്റെ വേറെ ഒന്നുമില്ല ഇതിനെ കുറിച്ചുള്ള? വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. 1.5 ഇഞ്ചിനാണ്. ഇത് എത്ര ലിറ്റർ പെട്രോൾ എടുക്കുന്നത്? ഫുൾ ടാങ്ക് എത്രയാണ് ടോട്ടൽ? അത് ഫുൾ അടിക്കുമ്പോൾ ഇവിടെ ഒരു ഫുൾ ടാങ്കിന് അല്ല, ഇപ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിക്കുവാണെങ്കിൽ എത്ര മാസമൊക്കെ പോലെ ഓടും വലോസ്? ഫുൾ ടാങ്ക് അടിച്ചാൽ നമുക്കൊരു ഇവിടെ ഓടാൻ പറ്റിയൊരു 500 ഓടും. അത്രയൊക്കെ ഓടും. 500 കിലോമീറ്റർ ഓടും. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ചൂടിനനുസരിച്ചൊരു ചെറിയ മാറ്റം ഉണ്ടാവും. ചെറുതായിട്ട് വലുതായിട്ടില്ലല്ലോ. വലുതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഞെക്കിയാൽ മതി അല്ലേ? അല്ല, ഇതാണ് സെൻസർ. ഇതൊരു മാർക്ക് ഉണ്ട്. ഇതാണ് മാർക്ക്. ഇതാണ് എൻ്റെ സെൻസർ. പിന്നെ നമുക്കൊന്ന് ഞെക്കി നോക്കാം ഇതിൻ്റെ മാർക്കറിലൊന്ന്. മാർക്കർ ഞെക്കിയപ്പോൾ തന്നെ വേണ്ടി വരുന്നു. ഞാൻ കാണിച്ചില്ല. ഇതാണ് അതിൻ്റെ മാർക്കർ. ഉണ്ട്. ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി, കൈയൊന്ന് വെച്ചാൽ മതി. ഉണ്ട്, ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കൈ അവിടെ ഒന്ന് വെച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതുമായി ലോക്കുമായി ഓപ്പണുമായി. അന്നേരം വലോസിൻ്റെ ഡീറ്റെയിൽ ഇത്രയാണ്. ഇത്ര അല്ലേ ഉള്ളത്?
ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ആഷിഖ്. ആഷിഖ്. ഓക്കെ ചേട്ടാ, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, സി യു. ചേട്ടൻ എന്തായാലും ഈ വണ്ടിയുടെ വീഡിയോ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണും. ഓക്കെ, ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. ഓക്കെ. ഓക്കെ. അന്നേരം അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. സിയാൻ ടർബോയിൽ തന്നെ ഈ വീഡിയോയും വലോസിൻ്റെ വരും. ഓക്കെ, അന്നേരം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഓക്കെ ഗൈസ്, ശരി എന്നാൽ. ഓക്കെ, വലോസ് വിടുവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ വിടുന്നു. ഫിനിഷ്. അങ്ങനെ വലോസ് പോകുന്നതിൻ്റെയും കൂടെ എൻട്രി നമുക്ക് കാണാം. വലോസ് പോകുന്ന ഒരു ഇതും കൂടെ, വലോസ് പോകുന്നു അതിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം നമ്മളത് ഫിനിഷ് ചെയ്തു. വലോസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു വലോസിൻ്റെ വീഡിയോ എന്താ എടുക്കാത്തതെന്ന്. അന്നേരം അവരുടെ ഇതിൻ്റെ ഇത് മാറ്റാൻ വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഖത്തറിൽ മാത്രമാണ് വലോസ് ഉള്ളത് എന്ന് വെച്ചാൽ നാട്ടിലൊന്നും വലോസ് ഇറങ്ങുന്നില്ല. ഓക്കെ, അന്നേരം നിങ്ങൾ എന്തായാലും വലോസിനെ കുറിച്ചുള്ള ഒന്നും നോക്കണ്ട. വലോസ് ഖത്തറിൽ മാത്രമാണ്. കുറേ കളേഴ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഫുൾ ഹ്യൂമിഡിറ്റിയാണ്. ഓക്കെ, സീ യു ലേറ്റർ. അന്നേരം എന്തായാലും 4 ടർബോയിലും വരും. എന്നാലും മെയിൻ ചാനൽ 3 ടർബോയിലും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം. ഓക്കെ ഗൈസ്, വേറെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.